പ്രിയ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 4ാം ക്ലാസ്സിലെ EVS പരിസര പഠനം. യൂണിറ്റ് 1 ജീവികളും ചുറ്റുപാടും. പാർട്ട് 2 ആണ്. ചാപ്റ്റർ കുറച്ച് വലുതായതുകൊണ്ട് പാർട്ടായിട്ടാണ് ക്ലാസ്സുകൾ നൽകിയിട്ടുള്ളത്. പാർട്ട് 1ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുവരെയാണ് പറഞ്ഞത് അല്ലേ? മറ്റു ചെടികളിൽ നിന്നും വ്യത്യസ്തമായ എന്തെല്ലാം പ്രത്യേകതകളാണ് ഇവയ്ക്കുള്ളത്? ഇവയുടെ ഇലകളുടെ പ്രത്യേകതയും തണ്ടിൻ്റെ പ്രത്യേകതയും എന്തെല്ലാമാണ്? മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലയില്ലാത്തതോ ചെറിയ ഇലകൾ ഉള്ളതോ ആണ്. മുള്ളുകളുള്ള സസ്യങ്ങളുമുണ്ട്. പച്ച നിറമുള്ള തണ്ടുകൾ കട്ടിയുള്ളതിനാൽ ജലം സംഭരിച്ചു വെക്കുന്നു. എന്തിനാണ് ഈ സസ്യങ്ങൾക്ക് ജലം സംഭരിച്ചു വെക്കാൻ കഴിവുള്ള തണ്ടുകൾ ഉള്ളത്? മരുഭൂമിയാണല്ലേ, മരുഭൂമിയിൽ ജലം അധികം ലഭിക്കില്ല. കിട്ടുന്ന വെള്ളം സംഭരിച്ച് കുറേശ്ശെ അതിൽ നിന്ന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. തണ്ടുകൾക്ക് മെഴുകു പോലുള്ള ആവരണമുണ്ട്. തണ്ടുകളിലെ ആവരണം ജലനഷ്ടം തടയാൻ സഹായിക്കുന്നു. ആവരണം സൂര്യപ്രകാശം ഏൽക്കുമ്പോഴുള്ള ജലനഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വേരുകൾ മണ്ണിലേക്ക് വളരെയധികം ആഴത്തിൽ ആഴ്ന്നിറങ്ങുവാൻ കഴിവുള്ളവയാണ്. അതുകൊണ്ട് വേരുകൾക്ക് ആഴത്തിൽ നിന്നും ജലം വലിച്ചെടുക്കാൻ കഴിയുന്നു. നമുക്ക് എന്താണ് അനുകൂലനം എന്ന് നോക്കാം. അഡാപ്റ്റേഷൻ. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ ശാരീരിക സവിശേഷതകളുണ്ട്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, എല്ലാ ജീവികൾക്കും വാസസ്ഥലം ആവശ്യമാണ്. പല സ്ഥലങ്ങളിലും ജീവിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളുമുണ്ട്. മഞ്ഞിൽ, ധ്രുവപ്രദേശങ്ങളിൽ, കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ, അതുപോലെ മരുഭൂമിയിൽ, വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യത്തിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു. പല സ്ഥലങ്ങളിലും വസിക്കുന്ന സസ്യങ്ങളും ജീവികളുമാണുള്ളത്. ഇവയ്ക്ക് ആ സാഹചര്യത്തിൽ ജീവിക്കാൻ അവയുടെ ശരീരത്തിനുള്ള പ്രത്യേകതകളാണ് നമ്മൾ അനുകൂലനം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ആമ്പലും തവളയും തമ്മിലുള്ള സംഭാഷണം നോക്കാം. ആമ്പൽ പറയാണ്, തണ്ടുകളിലെ വായു അറകളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത്. തവള എന്താ പറയണത്? വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിച്ചിരിക്കുന്നത് മൂലം വെള്ളത്തിലൂടെ നീന്താൻ ഞങ്ങൾക്ക് കഴിയും. പേരുടെയും അനുകൂലനാണ് അവർ പറയുന്നത് അല്ലേ? ആമ്പലിന് വെള്ളത്തിൽ വസിക്കാൻ, ജീവിക്കാൻ എന്തെല്ലാം അനുകൂലനങ്ങളാണുള്ളതെന്ന് നോക്കാം. തണ്ടിലും ഇലകളിലും വായു അറകളുണ്ട്. ഇലകൾ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഇലകളിൽ മെഴുകു പോലുള്ള ആവരണമുണ്ട്. വെള്ളത്തിലാണെങ്കിലും ചീഞ്ഞു പോകില്ല. തവളയുടെ അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്? വഴുവഴുപ്പുള്ള ശരീരം, തുഴ പോലുള്ള കാലുകൾ, ബലമുള്ള പിൻകാലുകൾ, ചർമ്മബന്ധിതമായ വിരലുകൾ. വെള്ളത്തിലും ശ്വസിക്കാൻ കഴിയും. ആമ്പലിൻ്റെ ഇലയിൽ മെഴുകു പോലുള്ള ആവരണവും തണ്ടിൽ വായു അറകളും കണ്ടല്ലോ. അടുത്തത് ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ചിത്രത്തിലെ ജീവികൾ എവിടെയെല്ലാമാണ് വസിക്കുന്നത്? ആട് കരയിലാണ്, ചെമ്മീന് വെള്ളത്തിൽ. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയും. പക്ഷേ ആമക്ക് വെള്ളത്തിൽ ശ്വസിക്കാൻ കഴിയില്ല. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളെയാണ് ഉഭയജീവികൾ എന്ന് പറയുക. ആമ ഉഭയജീവി അല്ല കേട്ടോ. ഉഭയജീവികളുടെ പേരുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ മക്കൾ പഠിച്ചു അല്ലേ? ചിത്രങ്ങളൊക്കെ കണ്ടില്ലേ? ഇനി കൂടുതൽ നമുക്ക് LSS ക്ലാസ്സിൽ പഠിക്കാം. LSS ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. മക്കളെല്ലാവരും അത് ജോയിൻ ചെയ്യണം കേട്ടോ. 4ാം ക്ലാസ്സിലെ മുഴുവൻ സബ്ജക്റ്റിന് പുറമെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും നമ്മുടെ ചാനലിലൂടെ നൽകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ പട്ടിക ഒന്ന് പൂർത്തിയാക്കാം. കരയിൽ ജീവിക്കുന്നവ ഏതെല്ലാം ജീവികളാണ്? ആട്, പൂച്ച, ആന, കടുവ, സിംഹം, കോഴി, കാക്ക. കൂടുതലായിട്ട് എഴുതി ചേർക്കുക കേട്ടോ. ഇനി വെള്ളത്തിൽ ജീവിക്കുന്നവ ഏതൊക്കെയാണ്? മീന്, കടൽക്കുതിര, സ്രാവ്, ഡോൾഫിന്, നീരാളി, നക്ഷത്ര മത്സ്യം. കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ തവള, ആമ, മുതല, താറാവ്, നീർക്കോലി, നീർനായ. നമ്മൾ മരുഭൂമിയിലെ സസ്യത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ? സസ്യത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ അനുകൂലനങ്ങളും പഠിച്ചു. ഇനി മരുഭൂമിയിലെ മൃഗം ഏതാണ്? മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഒട്ടകം അല്ലേ? മരുഭൂമിയിൽ മാത്രമല്ല, ധ്രുവപ്രദേശങ്ങളിൽ, മഞ്ഞ് മേഖലകളിലും ജീവികൾ വസിക്കുന്നുണ്ട് അല്ലേ? പെൻഗ്വിനും ഒട്ടകം പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒട്ടകം പറയാണ്, മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് മുതുകിലെ കൊഴുപ്പാണ്. പെൻഗ്വിൻ പറയാണ്, ത്വക്കിനടിയിലെ കൊഴുപ്പാണ് ധ്രുവപ്രദേശത്തെ അതിശൈത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. ഒട്ടകത്തിനും പെൻഗ്വിനുമുള്ള മറ്റു അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്? ഒട്ടകം നീളമുള്ള കാലുകൾ മരുഭൂമിയിലെ ചൂടിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു. വിസ്തൃതമായ കുളമ്പുകൾ മണലിലൂടെ യാത്ര ചെയ്യാൻ സുഗമമാക്കുന്നു. മൂക്കുകൾ ഇഷ്ടാനുസരണം അടക്കാനും തുറക്കാനും കഴിയുന്നതിനാൽ മണൽ ശ്വാസകോശത്തിൽ കടക്കാതെ തടയും. കണ്ണുകൾക്ക് 3 പാളികളും പോളകളും ഉണ്ട്. 2 നില കൺപീലികളും കണ്ണിൽ മണൽ കയറാതെ സംരക്ഷണം നൽകുന്നു.
ശരീരത്തിൽ നിന്നും ജലനഷ്ടം വളരെ കുറവാണ്. ഇനി പെൻഗ്വിൻ്റെ പ്രത്യേകതകൾ. ചിറകുകൾ തുഴയായി ഉപയോഗിക്കുന്നു. താപനഷ്ടം തടയാൻ തൂവലുകൾക്ക് കട്ടിയുള്ള ആവരണമുണ്ട്. തൊക്കിനടിയിലെ കൊഴുപ്പ് ആവരണം തണുപ്പിനെ പ്രതിരോധിക്കുന്നു. കാലുകളിലെ വിരലുകൾ ചർമ്മം കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. ഇര പിടിക്കാൻ സഹായകമായ കൊക്ക്. മറ്റൊരു ജീവിൻ്റെ പ്രത്യേകത നോക്കൂ. വെള്ളം കുടിക്കാതെയും ഒരു ജീവിതം. ഗംഗാരു എലി. മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ് ഗംഗാരു എലി. മരുഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള നിരവധി അനുകൂലനങ്ങൾ ഇതിനുണ്ട്. പകൽ സമയത്തെ ചൂട് അതിജീവിക്കുന്നതിന് വളരെ ആഴത്തിൽ മാളമുണ്ടാക്കി അതിനുള്ളിൽ ജീവിക്കുന്നു. രാത്രികാലങ്ങളിലാണ് ഇര തേടുന്നത്. ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഇവക്ക് കഴിയും. പ്രധാന ആഹാരമായ ധാന്യങ്ങളിൽ നിന്നും വിത്തുകളിൽ നിന്നും ശരീരത്തിലെ കൊഴുപ്പിൽ നിന്നും ഇവക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നു. വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയുമുള്ള ജലനഷ്ടം വളരെ കുറവാണ്. നീളം കൂടിയ പിൻകാലുകൾ ഉപയോഗിച്ച് ഗംഗാരുവിനെ പോലെ ചാടി ചാടിയാണ് സഞ്ചരിക്കുന്നത്. കവിൾ ഭാഗത്തുള്ള സഞ്ചിയിൽ ധാന്യങ്ങളും വിത്തുകളും ശേഖരിച്ചു വെക്കാനും കഴിയും. അടുത്ത സംഭാഷണം കൊക്കും മീനും തമ്മിലാണ് അല്ലേ. കൊക്ക് എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം വയലിലുണ്ട്. അപ്പോൾ മീൻ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കുളത്തിലുണ്ടല്ലോ. കൊക്കിന് വയലിൽ നിന്നും എന്തെല്ലാമാണ് ലഭിക്കുന്നത്? ചെറുജീവികൾ, മത്സ്യങ്ങൾ, പുഴുക്കൾ, പ്രാണികൾ, വിത്തുകൾ. മത്സ്യത്തിന് കുളത്തിൽ നിന്ന് എന്തെല്ലാം ലഭിക്കും? അതിൻ്റെ വാസസ്ഥലമാണല്ലേ. അപ്പോൾ വാസസ്ഥലം, വായു, വെള്ളം, ഭക്ഷണം. അപ്പോൾ വാസസ്ഥലം എന്താണ്? ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ വാസസ്ഥലം അഥവാ ആവാസം, ഹാബിറ്റേറ്റ്. ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ആവാസത്തിലുണ്ട്. കുളം, പുഴ, വയൽ എന്നിവ ആവാസങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി വ്യത്യസ്ത തരത്തിലുള്ള ആവാസങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? വയൽ, വനം, മല, മരുഭൂമി, കടൽ, കുളം, പുഴ, പൂന്തോട്ടം. ഇനി ഒരുപാടുണ്ട്. കാവുകൾ, കുന്നുകൾ. മക്കളറിയാവുന്നതൊന്ന് എഴുതി നോക്കണം കേട്ടോ. അടുത്ത് പഠിക്കാനുള്ളത് വിവിധ തരം ആവാസങ്ങൾ. ചിത്രം നിരീക്ഷിക്കൂ. മക്കൾ ചിത്രം കണ്ടല്ലോ. ചിത്രത്തിൽ കാണുന്ന വിവിധ തരം ആവാസങ്ങൾ ഏതെല്ലാം? പേരുകൾ എഴുതി നോക്കൂ. ഇതൊക്കെയുണ്ട്. മലയുണ്ട്, മരുഭൂമിയുണ്ട്, മഞ്ഞുപ്രദേശം, വനങ്ങൾ, മരങ്ങൾ, കുന്നുകൾ, പുഴ, കടൽ, വയൽ. ഈ ആവാസങ്ങളൊക്കെ ഈ ചിത്രത്തിൽ കാണാം. വയൽ ഒരു ആവാസമാണല്ലോ. അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട്. ഏതെല്ലാമാണവ? ജീവനുള്ളവ സസ്യങ്ങൾ, മീനുകൾ, പുൽച്ചാടി, പാമ്പ്, പുഴു, ഞണ്ട്, കൊക്ക്, ചെറുപ്രാണികൾ, പുല്ല്. ഇതെല്ലാം വയലിൽ കാണുന്ന ജീവനുള്ള ഘടകങ്ങളാണ്. ഇനി വയലിൽ കാണുന്ന ജീവനില്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണ്? സൂര്യപ്രകാശം, ജലം, മണ്ണ്, വായു, കല്ല്, ചളി ഇവയൊക്കെ. ആവാസം അഥവാ വാസസ്ഥലങ്ങൾ രണ്ട് തരത്തിലുണ്ട്. പ്രകൃതിദത്ത ആവാസങ്ങളും മനുഷ്യനിർമ്മിത ആവാസങ്ങളും. പ്രകൃതിദത്ത ആവാസങ്ങൾക്കും മനുഷ്യനിർമ്മിത ആവാസങ്ങൾക്കും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ. നമുക്ക് പ്രകൃതിദത്ത ആവാസങ്ങൾ എഴുതാം. പ്രകൃതിദത്ത ആവാസങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാൽ ഉണ്ടാകുന്ന ആവാസങ്ങളാണ്. ഒരു പ്രകൃതിദത്ത ആവാസത്തിന് ഉദാഹരണമാണ്. അപ്പോൾ വനം എഴുതാം അല്ലേ. വനം, മല, പുഴ, കടൽ, കായൽ, മരുഭൂമി, ധ്രുവപ്രദേശങ്ങൾ. അടുത്തത് മനുഷ്യനിർമ്മിത ആവാസങ്ങൾ. മനുഷ്യൻ സ്വയം ആവശ്യങ്ങൾക്ക് നിർമ്മിക്കുന്ന ആവാസങ്ങളാണ് മനുഷ്യനിർമ്മിത ആവാസങ്ങൾ. കൃഷിയിടങ്ങൾ, പൂന്തോട്ടം, നഗരങ്ങൾ, അണക്കെട്ടുകൾ, കുളം തുടങ്ങിയവ മനുഷ്യനിർമ്മിത ആവാസങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഒരു ആവാസത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട്. സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ എന്നിവ ജീവനുള്ള ഘടകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം തുടങ്ങിയവയാണ് ജീവനില്ലാത്ത ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടവ. വായു, ജലം, മണ്ണ്, സൂര്യപ്രകാശം തുടങ്ങിയ ജീവനില്ലാത്ത ഘടകങ്ങളെ ജീവികൾ ആശ്രയിക്കുന്നുണ്ട്. ഇതുപോലെ ജീവനുള്ളവയും പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് ഈ മരം നോക്കാം. ഈ മരത്തിൽ ഏതെല്ലാം ജീവികൾ വസിക്കുന്നുണ്ട്? പക്ഷികൾ, അണ്ണാൻ, പുഴുക്കൾ, ചെറുപ്രാണികൾ. ഇവയൊക്കെ മരത്തിനെ ആശ്രയിക്കുന്ന ജീവനുള്ള ഘടകങ്ങളാണ്. എന്നാൽ മരം ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിക്കുന്നുണ്ട്? മണ്ണ്, വായു, സൂര്യപ്രകാശം, ജലം. ഇവയെല്ലാം ജീവനില്ലാത്ത ഘടകങ്ങളാണ്.
അതുപോലെ മണ്ണിൽ, വെള്ളത്തിൽ, അങ്ങനെ ഒരുപാട് ജീവികൾ, ജീവനില്ലാത്ത ഘടകങ്ങളിൽ ഒരുപാട് ജീവനുള്ള ജീവികളുണ്ട്. എന്നാൽ മക്കളോടൊരു ചോദ്യം ചോദിക്കട്ടെ, വായു ഇല്ലാതെ നമുക്കും മറ്റു ജീവികൾക്കും ജീവിക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ? ജീവനില്ലാത്ത ഘടകങ്ങളും ജീവനുള്ള ഘടകങ്ങളും പരസ്പരം ആശ്രയിക്കുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലായല്ലോ. ചിത്രം നിരീക്ഷിക്കൂ. ആരെയെല്ലാം ആശ്രയിക്കുന്നു? വരച്ച് യോജിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളത്? സൂര്യപ്രകാശം, കുളം, ചെടി, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത്. പല രീതിയിൽ ആശ്രയിച്ചിരിക്കുന്നു. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. മീനുകളെ തവള ഭക്ഷിക്കുന്നു, തവളയെ പാമ്പ് ഭക്ഷിക്കുന്നു, പാമ്പിനെ പരുന്ത് ഭക്ഷണമാക്കുന്നു. സൂര്യപ്രകാശത്തെ പുല്ല് ആശ്രയിക്കുന്നു, പുല്ലിനെ പുൽച്ചാടിയെ തവള ഭക്ഷിക്കുന്നു, തവളയെ പാമ്പ് ഭക്ഷിക്കുന്നു, പാമ്പിനെ പരുന്ത് ഭക്ഷണമാക്കുന്നു. ഇനിയും പല രീതിയിൽ പരസ്പരാശ്രയത്വം മക്കൾക്ക് ഇത് ചേർക്കാവുന്നതാണ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ആവാസ വ്യവസ്ഥ. ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പരാശ്രയത്വത്തിൽ കഴിയുന്ന ചുറ്റുപാടാണ് ആവാസ വ്യവസ്ഥ. വൃക്ഷം, വയൽ, കുളം, അരുവി, കുന്ന്, കാവ് തുടങ്ങിയവ ചെറിയ ആവാസ വ്യവസ്ഥകളാണ്. വനം, പുൽമേട്, മരുഭൂമി, കടൽ, ധ്രുവപ്രദേശം തുടങ്ങിയവ വലിയ ആവാസ വ്യവസ്ഥകളാണ്. ഒരു ആവാസ വ്യവസ്ഥയിലെ പരസ്പരാശ്രയത്വം എങ്ങനെയെല്ലാമാണ്? ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. ഒന്നാമത്തത്, ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും തമ്മിൽ ആശ്രയിക്കുന്നു. അതിനുദാഹരണമാണ് വായു, സൂര്യപ്രകാശം തുടങ്ങിയ ജീവനില്ലാത്ത ഘടകങ്ങളെ സസ്യങ്ങളും മറ്റു ജീവികളും ആശ്രയിക്കുന്നത്. ജീവനുള്ള ഘടകങ്ങൾ തമ്മിൽ. ഉദാഹരണമാണ് നമ്മൾ നേരത്തെ കണ്ട ആഹാര ശൃംഖല. പുല്ല് പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ തവള കഴിക്കുന്നു, തവളയെ പാമ്പ് കഴിക്കുന്നു. നമ്മൾ മനുഷ്യർ സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്നു. മനസ്സിലായല്ലോ? മൂന്നാമത്തെ പോയിന്റ്, ജീവനില്ലാത്ത ഘടകങ്ങൾ തമ്മിൽ. പുഴ മണ്ണിനെ ആശ്രയിക്കുന്നു അല്ലേ? പുഴ ഒഴുകുന്നത് മണ്ണിലൂടെയല്ലേ? പഠിക്കാനുള്ളതാണ് ആവാസ വ്യവസ്ഥകളുടെ നാശം. കുന്നിനുമുണ്ട് പറയാൻ, നമ്മുടെ നാട്ടിൽ പലയിടത്തും ഞങ്ങളെ കാണാം. കുന്നു കയറാത്തവരായി ആരെങ്കിലും ഉണ്ടോ? മണ്ണിര മുതൽ കുറുനരി വരെ എത്ര ജീവികൾക്കാണ് ഞങ്ങൾ വാസസ്ഥലം ഒരുക്കുന്നത്. കൂടാതെ വൈവിധ്യമാർന്ന സസ്യങ്ങൾക്കും. ഞങ്ങൾ മഴവെള്ളം സംഭരിച്ചു വെക്കുന്നു. പിന്നീട് കിണറുകളിലേക്കും അരുവികളിലേക്കും വയലുകളിലേക്കും ഞങ്ങൾ ആ വെള്ളം നൽകുന്നു. കാറ്റിനെ നിയന്ത്രിക്കാനും ചൂട് കുറയ്ക്കാനും ഞങ്ങൾക്ക് കഴിയും. കണ്ടില്ലേ, ഞങ്ങൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ഞങ്ങളുടെ പ്രാധാന്യം മനുഷ്യർ തിരിച്ചറിയുന്നുണ്ടോ? കുന്നിൻ്റെ ആത്മകഥ വായിച്ചല്ലോ. കുന്നുകൾ ഇല്ലാതാവുന്നത് കൊണ്ട് എന്തെല്ലാം ദോഷങ്ങളുണ്ട്. ഒരുപാട് ജീവികളുടെ വാസസ്ഥലം നഷ്ടമാകുന്നു. ജീവികൾക്ക് വംശനാശം സംഭവിക്കുന്നു. മണ്ണ്, ജലം, വായു എന്നിവ മലിനമാകുന്നു. ജലസ്രോതസ്സുകൾ ഇല്ലാതാകുന്നു. ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ എന്തെല്ലാമെന്ന് ചർച്ച ചെയ്തെഴുതൂ. എന്തൊക്കെയാണ്? രണ്ടെണ്ണം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? കുന്നിടിക്കൽ, കീടനാശിനികളുടെ അമിതോപയോഗം, മണൽ വാരൽ, ജലമലിനീകരണം, മണ്ണ് മലിനീകരണം, അണക്കെട്ടിൻ്റെ നിർമ്മാണം. ഈ മക്കളെ എഴുതിയെടുക്കണം കേട്ടോ. അതിൽ നൽകാത്തത് കൂടി ഇതിൽ നൽകിയിട്ടുണ്ട്. വനനശീകരണം, വേട്ടയാടൽ, മാലിന്യ നിക്ഷേപം, അമിതമായ വളപ്രയോഗം, ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കണേ. നമുക്ക് പഠിക്കാനുള്ളത് വായു മലിനീകരണം, മണ്ണ് മലിനീകരണം, ജലമലിനീകരണം. ഇവ ഓരോ ടോപ്പിക്കാണ്. ഇത് എങ്ങനെയൊക്കെ മലിനമാക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് എന്നൊക്കെയാണ്. ഇനി എടുക്കാനുള്ള ഈ ഭാഗങ്ങളും തുടർ പ്രവർത്തനങ്ങളും അടുത്ത ക്ലാസ്സിൽ നൽകാം. മക്കൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മക്കൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.